ഉം, ഉം. എന്താ പറ്റിയ? നീ ഇവിടെ ഉണ്ടായിരുന്ന? ഇവന് ഞാൻ വന്നത് കണ്ടില്ലേ അതോ? ഡാ ഉം, എന്തോന്ന് നിനക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല. നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നണില്ലല്ലോ. ഓ, നീ ഒന്ന് പോയേ. അതിരിക്കട്ടെ, മിയ എവിടെടാ? നിനക്ക് എന്തിനാ ഇപ്പൊ അവളെ? ഒന്നുമില്ല, ചുമ്മാ സംസാരിച്ചിരിക്കാൻ. അവളോട് സംസാരിച്ചിരിക്കുമ്പോൾ സമയം പോണതേ അറിയില്ല. നല്ല രസമുണ്ട്. അത് കേട്ടതും നമ്മുടെ ജെയിംസ് ഒന്നും മിണ്ടാത്ത ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നു. ഇതത് തന്നെ. ജെയിംസ്, ശല്യം. നിനക്ക് എന്താ വേണ്ടേ? ഉം, ഉം, എന്താ പറ്റിയ? എനിക്ക് എന്ത് പറ്റിയാലും ഇല്ലെങ്കിലും നിനക്കെന്താടി? എന്തിനാ ദേഷ്യപ്പെടണേ? ഒന്ന് പോയി തരുമോ നീ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്ത് പറ്റി മിയ? എന്തോ ഒരു സങ്കടം പോലെ. എന്താ എന്താ പറ്റിയേ? ഒന്നുമില്ല. തന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നണില്ലല്ലോ. എന്തോ ഉണ്ട്. താൻ പറയൂടോ. അത് അത് പിന്നെ ജെയിംസ് എന്നോട് മിണ്ടണില്ല. അതെന്താ? അറിയില്ല. ശരി, അതൊക്കെ വിട്. ഞാനിപ്പോ സംസാരിക്കണില്ലേ, പിന്നെന്താ? നിനക്ക് അവനെ മാത്രമേ പറ്റൂ? അത് പിന്നെ ജെയിംസ് എന്നോട് സംസാരിക്കാണ്ടിരിക്കുമ്പോ എനിക്ക് സങ്കടം. ഓ, അപ്പൊ നമ്മളൊന്നും വേണ്ടല്ലേ. ശരി, ഞാൻ മിണ്ടണില്ല. അയ്യോ, പെണങ്ങല്ലേ. സോറി. എന്നാ നീ ഒന്ന് ചിരിച്ചേ. ആ ചിരി കാണാൻ തന്നെ നല്ല രസമല്ലേ. അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആരാ. ഞാൻ പറയണത് നിനക്ക് കേൾക്കാൻ വയ്യ അല്ലേ? ഞാൻ ആരാന്ന് നിനക്ക് അറിയാൻ പോകുന്നതേ ഉള്ളൂ. ജെയിംസേ, മിയ ആയിരുന്നോ? ജെയിംസിനെ കണ്ടോടി? ഇല്ലല്ലോ. എന്താ? ഓ, എന്നാൽ ഞാൻ ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. നീ ജെയിംസിനെ കണ്ടാ പറയണേ. അവൻ പുറത്തെങ്ങാനും കാണും. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. ശരി. എങ്ങനെയാലും അമൽ ബേബിനോട് സംസാരിക്കണം. എനിക്ക് തീരെ പറ്റുന്നില്ല മിണ്ടാണ്ട്. അമൽ ബേബി എന്നോട് സംസാരിക്കാണ്ടിരിക്കൂല. അമൽ ബേബി പാവല്ലേ. അമൽ ബേബി പാവമായതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അമൽ ബേബിന്. പക്ഷെ അമൽ ബേബി ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ മിണ്ടുന്ന? ചൂടാവണം. എനിക്ക് പേടിയാവുന്നു. പക്ഷെ അമൽ ബേബിനോട് മിണ്ടാതിരുന്ന ഇനിയും ഇങ്ങനെ പോകും. അതുകൊണ്ട് അമൽ ബേബി എന്നെ ഒന്നും ചെയ്യൂല. അമൽ ബേബി പാവ. എന്തായാലും സംസാരിക്കണം. അമൽ ബേബി എവിടെ കാണും? അമൽ ബേബിൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും അമൽ ബേബിനോട് സംസാരിക്കണം. എനിക്കിനി പറ്റൂല. അമൽ ബേബി, എന്തിനാ ഇത്രയും ദേഷ്യത്തിൽ നോക്കണേ? എന്താ നിനക്കിപ്പോ എന്താ വേണ്ട? അതെ, ഒന്നും വേണ്ട. ഞാൻ സംസാരിക്കാൻ വന്നതാ. എന്നോട് സംസാരിക്കാൻ നീ ആരുടെ? നിന്റെ മറ്റവനൊക്കെ പോയോ? എന്തൊക്കെ പറയണ? അറിയില്ലടി നിനക്ക്. കുറേ എണ്ണം കാണും. ആർക്കറിയാം. മറ്റവൻ നിന്നെ അവിടെ തൊട്ട് ഇവിടെ തൊട്ടെന്നൊക്കെ പറഞ്ഞ് നീ വന്നായിരുന്നല്ലോ അന്ന്. നീ നിന്ന് കൊടുത്ത് കാണും. അതല്ലേ നിന്റെ സ്വഭാവം. ഇതെന്തൊക്കെ പറയുന്ന? നിർത്തടി. തുടങ്ങി അവളുടെ ഒരു കൊള്ള കണ്ണീര് പൊക്കോണ എന്റെ മുമ്പിന്ന്. കാണുമ്പോ തന്നെ ദേഷ്യം വരും. എന്നോട് വിടാൻ പറഞ്ഞു. ഇങ്ങോട്ടൊരു വിടാൻ പറഞ്ഞു.
ഇനി മേലും എൻ്റെ കണ്ണോട് കൊണ്ടുപോകരുത്. കൊന്ന് കളയും ഞാൻ. നിന്നെ കാണുന്നത് തന്നെ എനിക്കിപ്പോൾ വെറുപ്പാണ്. खिज़ा की शाम हूँ मैं, तू है नई सुबह, तुझे जीना है मेरे बिना.